1990 പുറത്തിറങ്ങിയ മലയാളം സിനിമയായ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിലെ മിക്ക രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ട്രെയിനിനുള്ളിലായിരുന്നു. ഇത് ട്രെയിൻ നമ്പർ 126-24 MGR ചെന്നൈ സെൻട്രൽ മെയിലാണ്. എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ്. തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ, കായംകുളം ജംഗ്ഷൻ, ചെങ്ങന്നൂര്, കോട്ടയം, എറണാകുളം ടൗൺ, തൃശ്ശൂർ, പാലക്കാട് വഴി 917 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം രാവിലെ 7:45 MGR ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 126-23 ആയിട്ട് എല്ലാ ദിവസവും രാത്രി 7:30 MGR ചെന്നൈ സെൻട്രലിൽ നിന്നും ആരംഭിച്ചാൽ രണ്ടാം ദിവസം രാവിലെ 11:20 തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റ് വരുന്നത് 4 എണ്ണമാണ്. അതായത് UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് 4 എണ്ണമാണ് വരുന്നത്. ട്രെയിനിന്റെ ഏറ്റവും മുൻഭാഗത്ത് 2ഉം ഏറ്റവും പിൻഭാഗത്ത് 2ഉമാണ്. പിന്നെ SLRD എന്ന് പറയുന്ന ഒരു കോച്ച് ഈ ഒരു ട്രെയിനിലെ ഏറ്റവും പിൻഭാഗത്ത് ഒരെണ്ണമുണ്ട്. അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചിന്റെ പേരാണ് SLRD. പിന്നെ സ്ലീപ്പർ ഉള്ളത് 7 എണ്ണമാണ്. S1 തൊട്ട് S7 വരെ അങ്ങനെ 7 സ്ലീപ്പർ കോച്ചസ് ഈ ഒരു ട്രെയിനിലുണ്ട്. AC കോച്ചസ് മൊത്തത്തിൽ വരുന്നത് 9 എണ്ണമാണ് ഈ ഒരു ട്രെയിനിൽ. അതിൽ തേർഡ് AC 6 എണ്ണവും, സെക്കൻഡ് AC 2ഉം, ഫസ്റ്റ് AC 1ഉമാണ്. ഇനി ജനറൽ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും MGR ചെന്നൈ സെൻട്രൽ വരെ 275 രൂപയാണ്. സ്ലീപ്പറിന് 500 രൂപയും, തേർഡ് ACക്ക് 1305 രൂപയും, സെക്കൻഡ് ACക്ക് 1845 രൂപയും, ഫസ്റ്റ് ACക്ക് 3090 രൂപയാണ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ. ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം.